പ്രിയമുള്ളവരെ, ഈ മുഹറം അഹ്ലുബൈത്തിന്റെ കഥ പറയുന്ന മുഹറമാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഷഹീദായ മാസമാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടു പോയി. ഷിയാക്കൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ജാട കാണിക്കുന്നുണ്ടാകാം. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ പറയുന്നത് മുത്തുനബി തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്താണ്. അവര് ഹുസൈൻ തങ്ങളെ ഇസ്ലാം പറഞ്ഞതിനപ്പുറം ചിലത് കൊടുത്ത് ഷിയാക്കൾ പറയുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ബന്ധമില്ല. പക്ഷേ ഞങ്ങളുടെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളുടെ മോനുണ്ട്. ഒരു ദിവസം ഹബീബായ തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ടിങ്ങനെ കരയുകയാണ്. ഉമ്മു ഹാരി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ഉമ്മു സുലൈം എന്നവർ അന്വേഷിക്കുകയാണ്, എന്തേ? ഇത് കർബലയുടെ മണ്ണാണ്, ഇത് കർബലയുടെ മണ്ണാണ്. അർദുൽ കർബി വൽ ബലാ, നാശത്തിന്റെയും വേദനയുടെയും മണ്ണിൽ നിന്നുള്ള മണ്ണാണിത്. അവരെന്റെ മോനെ കൊന്നുകളയും. ആ ഹുസൈൻ എന്ന എന്റെ പൊന്നുമോന്റെ രക്തം വീഴാനുള്ള മണ്ണാണ്. ഹബീബായ തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞതാണ് കേട്ടോ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. ആരാണ്? സ്വഹാബത്തിന്റെ വിരോധികൾ, അഹ്ലുബൈത്തിന്റെ വിരോധികൾ, യസീദിന്റെ പട്ടാളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. അവിടുത്തെ ബോഡി അവിടെ ഇട്ടു. അവിടുത്തെ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് ഒരു പ്രകടനം നടത്തി. റശ്ഫത്തുസ് സാദി ഫീ ബഹരി ഫളാഇലി നബിയിൽ ഹാദി എന്ന കിതാബിൽ വായിക്കാം. അതേ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോന്റെ തല, ആദരണീയമായ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട ഒരു പ്രകടനം നടത്തി. ആ രാത്രിയായാൽ അവര് പേടകത്തിൽ വെക്കും. എന്നിട്ടവര് പകലായാൽ പ്രകടനം നടത്തും. പിന്നീട് ഈ ശിരസിന് മൂല്യമുണ്ടോ? നമ്മളെ സാധാരണക്കാരായ ആളുകളുടെ ശിരസും ബോഡിയും ആലോചിക്കുകയാണ്. വേണ്ട വേണ്ട, ഔലിയാക്കളുടെ ശരീരം അങ്ങനെയല്ല, അതിന് വേറെയും ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, അതാ തലയും ഉടലും വേറെ മാറ്റുകയാണ്. ഉടൽ യാസീൻ ഓതുകയാണ്, ശിരസ് വേറെ ഓതുകയാണ്. ശരീരത്തിന്റെ രണ്ട് ഭാഗം രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് ദിക്ർ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. പിൽക്കാലത്ത് രണ്ടും ഒരു സ്ഥലത്തേക്ക് ചേർക്കുന്നു. ചരിത്രം വായിച്ചാൽ അറിയാം ആരാണ് ഹാറൂൻ റഷീദിന്റെ മക്കൾ. അവര് മുഅ്തസിലത്തിൽ പെട്ടുപോയി, മഅ്മൂനിന്റെ ആളുകൾ. അവര് ചെയ്ത കൊടും ക്രൂരതയാണ് ചരിത്രത്തിലുണ്ടത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഇങ്ങനെ തലയിൽ നാട്ടിക്കൊണ്ട് നടന്ന, കുന്തത്തിന്റെ മേലെ നാട്ടിക്കൊണ്ട് നടന്നപ്പോൾ വൈകുന്നേരം ഒരു പ്രകടനം നടത്തുന്ന സ്ഥലത്തെത്തി. ഒരാൾ ചോദിച്ചു, ഹാദാ റഅ്സു മൻ, ഇതാരുടെ ശിരസാണ്? ഹാദാ റഅ്സുൽ ഹുസൈൻ, ഇത് ഹുസൈൻ ഇബ്നു അലി എന്നവരുടെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളുടെ മകന്റേതാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ ഈസാ നബിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ അക്താഫിനാ, ഞങ്ങൾ ചുമലിലേറ്റ് നടന്നേനെ. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അവരോട് ചോദിച്ചു, ഇന്ന് രാത്രി ഈ ശിരസ് നിങ്ങൾ എന്റെ വീട്ടിൽ വെക്കുമോ? വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് രാവിലെ പ്രകടനത്തിന് കിട്ടിയാ പോരെ, രാത്രി എന്റെ വീട്ടിൽ വെക്കുമോ? ഞാൻ 1000 വെള്ളി തരാം. അവര് സമ്മതിച്ചു. രാത്രിയായപ്പോൾ വേദക്കാരനായി മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സുള്ള പെട്ടി പേടകം തുറക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്.
നല്ല സുഗന്ധം പൂശുകയാണ്, മുടി ഇങ്ങനെ വാർന്നൊതുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ലാ അംലികു ഇല്ലാ നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഹുസൈൻ എന്നവരെ. പൊട്ടിക്കരയുകയാണ്, ഇരുന്നൊന്ന് മയങ്ങിപ്പോവുകയാണ്. അപ്പോഴേക്ക് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നു. ഓ മനുഷ്യ, നിങ്ങൾ എന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചാദരിച്ച കാരണത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഹിദായത്തിലേക്ക് കൈപിടിക്കുന്നു. അദ്ദേഹം മുഅ്മിനായി. രാവിലെ ആളുകൾ വന്ന് ശിരസ്സെടുത്തു. ഇദ്ദേഹം അവിടെ നിന്നിറങ്ങി അഹ്ലുബൈത്തിന് ഖിദ്മത്ത് ചെയ്യാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് മറമാടപ്പെട്ടത് ഈജിപ്തിലാണ്, കൈറോയിലാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ മജ്ലിസിലുള്ള വേറെ പലരും അവിടെ പോയവരുണ്ടാകാം. മാഷാ അല്ലാഹ്, മുത്തുനബി തങ്ങളുടെ പൊന്നുമോൻ വിശ്രമിക്കുന്നു. അവിടുത്തെ റഅസുൽ ഹുസൈൻ വിശ്രമിക്കുന്നുണ്ടവിടെ. അവിടെ സിയാറത്ത് ചെയ്ത പഴയകാല മഹാന്മാരുടെ ചരിത്രമുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അവിടെ കിടക്കുന്നത് ചില്ലറക്കാരല്ല. സഹീഹുൽ ബുഖാരിക്ക് ലോകത്തെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയതാരാണ്? ബദ്റുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ ഉമ്മത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചു സഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എഴുതുക വഴി ആ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം ഖസ്തല്ലാനി തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം ബദ്റുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്ത് എങ്ങനെയാണ്, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ സിയാറത്ത് എങ്ങനെയാണ്, ഈജിപ്തിൽ കിടക്കുന്ന ഇമാമുന ശഫഈ തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, അവിടെ കിടക്കുന്ന സക്കരിയ്യൽ അൻസാർ തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്ത് എങ്ങനെയാണ്, അവിടെ എത്രയെത്ര മഹാന്മാരാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഇബ്നു ദഖീഖ് അൽ ഈദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാന്മാർ, ചരിത്രമുള്ള ആധികാരിക നേതാക്കൾ അവിടെ കിടക്കുന്നുണ്ട്. സിയാറത്തുഹും ലിറഅസിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരെല്ലാം ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് സിയാറത്ത് ചെയ്തത്? ആ നാടുകളിലെല്ലാം വിശ്രമിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമല്ലേ മുസീറുൽ ഖറാം ഇലാ സിയാറത്തിൽ ഖുദ്സ് വശാം എന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അറിയാം. അല്ലാഹുവേ, ആ മഹാന്മാരുടെ എല്ലാം ബറകാത്തുകൾ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഈ മജ്ലിസ് ഞങ്ങൾ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ ഖൽബ് ഹബീബിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനേ. ഈ സ്വലാത്ത് മജ്ലിസിന്റെ പരിപാടിക്ക് വേണ്ടി വളണ്ടിയർമാർ